റഷ്യയുടെ കേഴ്സ് ഭാഗത്ത് കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ഉക്രൈന്റെ നുഴഞ്ഞുകയറ്റം. റഷ്യൻ ഭാഗത്തേക്ക് ഉക്രൈൻ സൈനികർ അകത്തേക്ക് കടന്ന് അവിടെ ഒരുപാട് ആക്രമണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും ചില ഗ്രാമങ്ങളെ അവർ നിയന്ത്രണത്തിലാക്കിയെന്ന് ചില വീഡിയോസിൽ നമ്മൾ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാദ്യം കേൾക്കുമ്പോൾ ആരെക്കൊണ്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതെന്താ ഇങ്ങനെ? റഷ്യ ആണല്ലോ ഉക്രൈനുള്ളിൽ നുഴഞ്ഞു കയറി ചില ആക്രമണങ്ങൾ നടത്തുന്നത്. ഇപ്പോഴെന്താണ് പുതുതായി ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയെന്ന വാർത്ത? അതിനാൽ ഇതിനെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ നമുക്കത് വലിയ കാര്യമായി തോന്നി. ഇപ്പോ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് കാണിക്കാനായി, കേഴ്സിൽ ഞങ്ങൾ നുഴഞ്ഞു കയറിയെന്നുണ്ടെങ്കിൽ ബെൽഗറോഡിലും ഞങ്ങൾ കയറുമെന്ന് കാണിക്കാനായി ബെൽഗറോഡിൽ ഇപ്പൊ ഉക്രൈൻ ചിലർ ഗ്രാമങ്ങളെ നോക്കി മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഉക്രൈന്റെ പ്രവർത്തനം ഇത്രത്തോളം ഉള്ളപ്പോൾ റഷ്യ ഇതിനെല്ലാം വെറുതെ വിട്ടോ എന്ന് ചോദിച്ചാൽ, റഷ്യ എന്തിന് ഇതിലിറങ്ങണം? റഷ്യയ്ക്ക് മുൻപ് ഞങ്ങൾ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ഇസ്കാൻഡർ ബാലിസ്റ്റിക് മിസൈൽസുമായി ഉക്രൈന്റെ ബോർഡറോട് ചേർന്നുള്ള ബെലറസ് ഭാഗങ്ങളിൽ ബെലറസ് പ്രസിഡന്റ് ഇപ്പോൾ അവരുടെ സേനയെ വിന്യസിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയ ഒരു മെസ്സേജും ഉക്രൈൻ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഈ കേഴ്സ് ഭാഗത്ത് ഏകദേശം 13-15 കിലോമീറ്ററോളം ഉക്രൈന്റെ ട്രൂപ്പ് മൂവ്മെന്റ്സ് റഷ്യയുടെ ഭാഗത്തേക്ക് കൂടിയിട്ടുണ്ട്. ഇതിൽ റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ്, റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറയുന്നത്, അകത്തേക്ക് വരുന്ന ഉക്രൈന്റെ ഗ്രൂപ്പ്സ് ഇവർ സുമി റീജിയണിൽ നിന്ന് നുഴഞ്ഞു കയറിയാണ് അകത്ത് റഷ്യയ്ക്കുള്ളിലേക്ക് വന്നത്. അതിനാൽ സുമി റീജിയനെ അടിസ്ഥാനമാക്കി ഞങ്ങളുടെ ഒഫൻസീവ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നുവെന്ന് ഒരു വിവരം പുറത്തുവിട്ടു. കൂടാതെ Su-35 വിമാനങ്ങളെ ഉക്രൈന്റെ സൈനികർ കൂടുതൽ വരുന്ന സ്ഥലത്ത് എവിടെയാണോ അവർ ഒന്നിച്ചു ചേരുന്നത് ആ സ്ഥലങ്ങളെ നോക്കി അവരുടെ ഏരിയൽ അറ്റാക്ക് നടത്താൻ തുടങ്ങി. ഇത്രയും ദിവസം ഉക്രൈൻ സൈനികർക്ക് നേരെ ഇത്രയും വലിയൊരു ഏരിയൽ അറ്റാക്ക് റഷ്യ ചെയ്തതേയില്ല. അത്രത്തോളം വലിയൊരു ഏരിയൽ അറ്റാക്കാണ് ഇപ്പോൾ സുമി റീജിയനിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ഉക്രൈന് ചില നഷ്ടങ്ങൾ ഉണ്ടായാലും നേരിട്ട് ഇപ്പോൾ റഷ്യയ്ക്കുള്ളിൽ വെസ്റ്റേൺ കൺട്രീസ് നൽകിയ സോവിയറ്റ് റഷ്യയിൽ നിന്നും പിരിഞ്ഞുപോയ നാടുകൾ ഉപയോഗിച്ച അവരുടെ പക്കലുണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് ഇപ്പോൾ നേരിട്ട് റഷ്യയുടെ ഭാഗങ്ങൾക്കുള്ളിൽ ഉക്രൈൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഫൂട്ടേജസ് പുറത്തു വന്നാലും അതും റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൺഫേം ചെയ്തില്ല. ഉറപ്പുവരുത്തിയാൽ മാത്രമേ അതിനുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ കേഴ്സ് ഭാഗത്ത് ഉക്രൈന്റെ മുന്നേറ്റം അധികമാകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ഒരുപാട് സ്ഥലങ്ങളിൽ റഷ്യയുടെ ആർമഡ് ഫോഴ്സസ്, റഷ്യയുടെ സ്പെഷ്യൽ ഫോഴ്സസിനെ കളമിറക്കിയിട്ടുണ്ട്. ഈ ആർമഡ് ഫോഴ്സിനെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. എങ്ങനെയാണോ വാഗ്നർ ഗ്രൂപ്പ് ഉള്ളത്, അതുപോലെ ഇതും റഷ്യയുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട കമാൻഡോസ് ഇതിലുണ്ട്. ഈ അദ്വീക ഭാഗത്തെ വിഭജിച്ചെടുത്തതിൽ ഇവർക്ക് പ്രധാന ഒരു പങ്കുണ്ട്. അങ്ങനെയുള്ള എലൈറ്റ് ആയ സ്പെഷ്യൽ ഫോഴ്സസിനെ ഇപ്പോ കളമിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നൽകിയ എമർജൻസി അലേർട്ട് ഈ സുമി റീജിയണിന് അടുത്തുള്ള ബോർഡർ ഭാഗത്തിലും കേഴ്സ് ഭാഗത്തുള്ള സുധ ടൗണിനെ ചുറ്റിയും കൊടുത്ത എമർജൻസി അലേർട്ട് ഇപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബെൽഗറോഡിൽ പോസ് എന്ന പ്രധാനപ്പെട്ട ഗ്രാമം, ഇത് ഉക്രൈൻ ബോർഡറിൽ നിന്നും കുറച്ച് അകത്തേക്ക് റഷ്യൻ ഭാഗങ്ങളിലുള്ള ഒരു ഗ്രാമമാണ്. ആ സ്ഥലത്ത് ചില ഉക്രൈൻ സൈനികർ അകത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അകത്തേക്ക് കയറിയത് മാത്രമല്ല, ആ ടൗണിനെ മുഴുവനായും ക്യാപ്ചർ ചെയ്തതായി ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അടുത്ത് പുതുതായി ഒരു ഫ്രണ്ട് റഷ്യക്കെതിരെ ഞങ്ങൾ തുറന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് നടക്കുന്ന ആക്രമണങ്ങൾ തീർച്ചയായും റഷ്യക്ക് വലിയ വേദനകൾ നൽകും. ഉക്രൈൻ ഇത്രയും ദിവസം എത്രത്തോളം കഷ്ടപ്പാട് അനുഭവിച്ചോ അത് റഷ്യയും അനുഭവിക്കണം, റഷ്യക്കാരും അനുഭവിക്കണം എന്ന് അവിടെയുള്ള ഗ്രൗണ്ട് സോഴ്സസ് വഴി ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ റഷ്യക്കെതിരെയുള്ള ആക്രമണം ഉക്രൈൻ വളരെ തീവ്രമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ റഷ്യ ഒരു ഭാഗത്ത് അവരുടെ സ്പെഷ്യൽ ഫോഴ്സസിനെയും എയർഫോഴ്സിനെയും ഉപയോഗിച്ച് ഈ ഉക്രൈൻ സൈനികർ എവിടെയാണോ കൂടുതൽ വരുന്നത് ആ ഭാഗങ്ങളെ നോക്കി ഒരു ആക്രമണം നടത്തുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ബെലാറസിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഞങ്ങളിൽ ഉക്രൈൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തി. അകത്തേക്ക് വന്ന 3 ഡ്രോൺസിനെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. അതും റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. ഞങ്ങളിൽ ഇപ്പോൾ ഉക്രൈൻ ഒരു ആക്രമണം നടത്തി. ഇതിനുള്ള തിരിച്ചടി ഉക്രൈനിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നൽകുമെന്ന് ബെലറസ് ഒരു അറിയിപ്പ് നൽകി. ഈ ഒരു അറിയിപ്പ് വന്നതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറി. കാരണം ഒരുപാട് പേരെ സംബന്ധിച്ച് ബെലറസ് റഷ്യക്ക് സപ്പോർട്ടായ ഒരു നാടാണ്. എന്തിന്? റഷ്യയുടെ ഇൻവേഷൻ ഉക്രൈനിൽ ആദ്യമായി ചെയ്തപ്പോൾ ഉക്രൈൻ തലസ്ഥാനമായി കീവിനെ പിടിച്ചെടുക്കാൻ ബെലറസിൽ നിന്ന് റഷ്യയുടെ ട്രൂപ്സ് അകത്തേക്ക് ഇറങ്ങി. അപ്പോ ബെലറസിനും റഷ്യയ്ക്കും ഇടയിൽ ഒരു വലിയ ബന്ധം തന്നെ ഉണ്ട്. ബെലറസിന്റെ സംരക്ഷണത്തിനായി റഷ്യ ടാക്ടിക്കൽ ന്യൂക്സ് കൊണ്ടുപോയി റഷ്യയോട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ പ്രാക്ടിക്കലായി അണുആയുധം വെച്ചിരിക്കുന്ന നാട് ബെലറസ് ആണ്. ആ നാട്ടിൽ റഷ്യയുടെ അണുആയുധമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉക്രൈന്റെ ഒരു ഡ്രോൺ ആക്രമണം നടന്നു എന്ന് കേട്ടപ്പോൾ അത് എല്ലാവർക്കും വലിയ ഞെട്ടലായി. കാരണം ആ സ്ഥലത്ത് ഒരു പ്രോക്സിയായി ബെലറസിനെ ഉപയോഗിക്കുകയും അവിടെ നിന്ന് ഒരു ആക്രമണം റഷ്യയെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. കാരണം ആയിരക്കണക്കിന് റഷ്യയുടെ സൈനികർ ഇപ്പോഴും ബെലറസിലുണ്ട്. ഈ ഒരു അറിയിപ്പ് വന്ന ഉടൻ തന്നെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ബെലറസിന്റെ പ്രസിഡന്റ് പുറത്തുവിട്ടു.
അതിൽ അദ്ദേഹം പറഞ്ഞത്, ഉക്രൈനിൽ നിന്നും റഷ്യക്കെതിരെ അയച്ച ഡ്രോൺസ് ഞങ്ങളുടെ ഭാഗങ്ങളെ നോക്കി വന്നു. ഏകദേശം 1.5 കിലോമീറ്റർ 1500 മീറ്റർ ഉയരത്തിൽ ഈ ഡ്രോൺസ് പറന്നു. അത് ശ്രദ്ധിച്ച ഞങ്ങളുടെ ഗ്രൗണ്ട് ഫോഴ്സസ് ആ 3 ഡ്രോൺസിനെയും ന്യൂട്രലൈസ് ചെയ്തു. ഏകദേശം ഒരു 3 മിനിറ്റിൽ കൂടുതൽ ഞങ്ങളുടെ ടെറിട്ടറിക്കുള്ളിൽ ഈ ഡ്രോൺ പറന്നുവെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. അതുകൂടാതെ ഇസ്കാന്ദർ മിസൈൽസ് നേരത്തെ ബെലറസിലുണ്ട്. ആ ഇസ്കാന്ദർ മിസൈൽസിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ട്രൂപ്സിനെ ഇപ്പോൾ ഉക്രൈന് ചേർന്നുള്ള ബോർഡറിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബെലറസ് ഉക്രൈന്റെ തലയ്ക്ക് മുകളിൽ ന്യൂക്ലിയർ വെപ്പൺസും മിസൈൽസും കൊണ്ടുവച്ചിട്ട് റഷ്യക്കെതിരെ ചെയ്യുന്ന ഒഫൻസീവ് ഓപ്പറേഷനെ തടയാനുള്ള ശ്രമങ്ങൾ എടുക്കുകയാണ്. ഇത് ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനായി ഒരുപാട് പേർ പറയുന്നു. ബെലറസിനെ സംബന്ധിച്ച് പ്രോ റഷ്യൻ സ്റ്റാൻഡിലുള്ള ഒരു നാടാണ്. അങ്ങനെ ഒരു നാടിന് ചില ദിവസങ്ങൾക്ക് മുൻപ് ലിത്വേനിയയുമായും ഒരു പ്രശ്നം വന്നു. ലിത്വേനിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ കൺട്രി, നാറ്റോയിലുള്ള ഒരു പ്രധാനപ്പെട്ട നാട്. അങ്ങനെയുള്ള ലിത്വേനിയ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞ് അവർക്കെതിരെയുള്ള ചില മിലിറ്ററി ഡ്രിൽസും ഇവർ നടത്തിയിരുന്നു. അപ്പോ ഉക്രൈൻ ഇതുവരെയും നാറ്റോയിൽ ചേരാത്ത ഒരു നാടാണ്. ഇവിടെ പ്രോക്സി വാറാണ് നടക്കുന്നതെങ്കിലും നേരിട്ട് നാറ്റോയ്ക്കുള്ള സപ്പോർട്ട് ഇതുവരെയും ഉക്രൈൻ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഉക്രൈനിൽ ബെലറസ് എത്രയും പെട്ടെന്ന് അവരുടെ ട്രൂപ്സിനെ അകത്തേക്ക് അയക്കുകയും ഉക്രൈന്റെ ശ്രദ്ധയെ അവിടെ നിന്ന് തിരിക്കും. എങ്ങനെയാണോ റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ പുതിയ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് റഷ്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്, അതുപോലെ റഷ്യയ്ക്ക് സപ്പോർട്ടായി എത്രയും പെട്ടെന്ന് ബെലറസും അവരുടെ സൈനികർ അയക്കുമെന്ന് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭയം നിറഞ്ഞൊരു സാഹചര്യം ബെലറസും ഉക്രൈനും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ബെലറസിന്റെ പക്കൽ ന്യൂക്സ് ഉണ്ട്. അതുപോലെ ബെലറസിൽ ഉക്രൈന്റെ പ്രധാനപ്പെട്ട പൊസിഷൻസിനെ ആക്രമിക്കാനുള്ള ഇസ്കാന്ദർ മിസൈൽസും റഷ്യ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോമ്പിനേഷൻ നോക്കിയാൽ ബെലറസ് വീണ്ടും റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈൻ യുദ്ധത്തിൽ കളമിറങ്ങുമെന്ന് ഏകദേശമൊക്കെ ഉറപ്പായി. അതുമാത്രമല്ല, ഇറാനിൽ നിന്ന് റഷ്യയ്ക്ക് വെപ്പൺസ് പോകുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ഇറാൻ ആവശ്യമായ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം പോകുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിലിപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നത്, ഒരു 300-ൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ് ഒറ്റ ഷിപ്മെന്റിൽ ഇറാനിൽ നിന്നും റഷ്യയിലേക്ക് പോകാൻ പോകുന്നതായി ഒരു വിവരം പുറത്തു വന്നു. എന്നാൽ ഇത് ഔദ്യോഗികമായി ഇറാൻ നിരസിച്ചു. ഇറാന്റെ പ്രധാനപ്പെട്ട അധികാരികളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇല്ല, ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ യാതൊരു പദ്ധതിയും നടത്തുന്നില്ല. റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈൽ ഞങ്ങൾ അയക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ പക്കലുള്ള ഒരു ഹൈ എൻഡ് എക്യുപ്മെന്റ്സ് അയക്കും. പക്ഷെ അത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചതിന് ശേഷമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മുഴുവൻ ലോകവും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഞങ്ങൾ റഷ്യയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങളിൽ ഒരുപാട് സമ്മർദ്ദം ചെലുത്തും. അതിനാൽ ഇപ്പോഴത്തേക്ക് ഞങ്ങൾ അതൊന്നും ചെയ്യാനുള്ള യാതൊരു പദ്ധതിയും ഇല്ല എന്ന് അവർ വ്യക്തമായി തന്നെ ഈ ഒരു റിപ്പോർട്ടിനെ നിരസിച്ചു. പക്ഷേ ഇത് പുറത്തു വന്ന ഒരു വാർത്തയാണ്. ആദ്യം ഷാഹി ഡ്രോൺസ് നൽകിയെന്ന് ഇറാനെതിരെ വലിയൊരു കുറ്റാരോപണം നടത്തിയപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഇറാൻ പറഞ്ഞത്. ഞങ്ങൾ യാതൊരു ടെക്നോളജിയും യാതൊരു ഡ്രോൺസും റഷ്യയ്ക്ക് നൽകുന്നില്ല. ഞങ്ങൾ എന്തിന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സപ്പോർട്ട് നൽകണമെന്ന് തുറന്നവർ പറഞ്ഞു. എന്നാൽ അതിനുശേഷം എവിഡൻസോടുകൂടി അമേരിക്ക കണ്ടുപിടിക്കുകയും ഏതൊക്കെ റോഡ് വഴിയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഈ കാസ്പിയൻ കടൽ ഭാഗങ്ങളിലൂടെ ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് അവർ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്, ഇതെല്ലാം കണ്ടുപിടിച്ച് ഒരു അനൗൺസ്മെന്റ് വെസ്റ്റേൺ കൺട്രീസും വെസ്റ്റേൺ മീഡിയാസും പുറത്തുവിട്ടു. അതിനുശേഷമാണ് ഇറാൻ ഇത് സമ്മതിച്ചത്. ഞങ്ങൾ കൊടുത്തു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനുള്ള എഗ്രിമെന്റ് എല്ലാം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് തന്നെ നടത്തിയ എഗ്രിമെന്റ് ആണ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എഗ്രിമെന്റ് നൽകി ആയുധങ്ങൾ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയില്ല എന്നൊരു സമ്മർദ്ദം ഞങ്ങളിൽ ചെലുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ ഈ എഗ്രിമെന്റ് തുടങ്ങി. അതിനാൽ ഇതിനും യുദ്ധത്തിനും യാതൊരു ബന്ധവുമില്ല എന്ന് അവർ പെട്ടെന്ന് തന്നെ മാറ്റി പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഇതുപോലൊരു സംഭവം ഇവിടെയും ചെയ്യാനുള്ള സാധ്യത ഇറാനിലുണ്ട്. കൂടാതെ ഇതിനപ്പുറം ബ്ലാക്ക് മാർക്കറ്റ് എന്നൊരു കാര്യമുണ്ട്. ഈ ബ്ലാക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇറാൻ, റഷ്യ, ചൈന, നോർത്ത് കൊറിയ ഇവരെല്ലാവരും അവിടെ ചലിക്കാനാകാത്ത ഒരു സ്ഥാനം പിടിച്ചവരാണ്. വെസ്റ്റേൺ കൺട്രീസിന്റെ വെപ്പൺ പോലും ബ്ലാക്ക് മാർക്കറ്റ് വഴി റഷ്യയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചൈനയെ കൊണ്ട് ഇറക്കുമതി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു വലിയ ബ്ലാക്ക് മാർക്കറ്റ് നെറ്റ്വർക്ക് തന്നെ ഈ നാടുകളിൽ ഉപയോഗത്തിലുണ്ട്. അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റ് വഴി തീർച്ചയായും റഷ്യയ്ക്ക് ഇറാന്റെ ആയുധങ്ങൾ പോകും. ഇപ്പോൾ ഈ 300 ബാലിസ്റ്റിക് മിസൈൽ എന്നത് പുറത്തു വന്ന കണക്ക് മാത്രമാണ്. ഒരുപക്ഷെ ഇതിലും കൂടുതലായിരിക്കാം പുറം ലോകം അറിയാതെ റഷ്യയ്ക്കുള്ളിലേക്ക് പോകുന്നത്. അതുപോലെ ഉക്രൈനിലേക്ക് വരുന്നുണ്ട്. ഇതിനിടയിൽ ക്രീമിയൻ ബ്രിഡ്ജിന്റെ സംരക്ഷണം പല മടങ്ങ് അധികമാക്കിയിട്ടുണ്ട്. ഇപ്പോ റഷ്യൻ ഭാഗങ്ങൾക്കുള്ളിൽ ഉക്രൈൻ പോയി ഒരു ആക്രമണം നടത്തും, അല്ലെങ്കിൽ റഷ്യൻ ഭാഗങ്ങളെ ഉക്രൈൻ ഇൻവൈറ്റ് ചെയ്യുമെന്ന് ആരും ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ സ്ഥലത്തും എന്ത് വേണമെങ്കിലും നടക്കാം. F-16 നേരത്തെ വന്നു. ഒരു 2 F-16 അയച്ച് ക്രീമിയൻ ബ്രിഡ്ജിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അവിടെ സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞ്
എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതലുള്ള ഒരു ഭാഗമായി ഇപ്പോൾ ക്രീമിയൻ ബ്രിഡ്ജ് മാറിയിട്ടുണ്ട്. റഷ്യയും ക്രീമിയയും തമ്മിൽ ബന്ധിക്കുന്ന ഈ ഒരു ഭാഗം എന്നത് ഇപ്പോൾ വളരെ സുരക്ഷിതമായ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബ്രിഡ്ജിനെ താങ്ങി നിർത്തുന്ന പില്ലേഴ്സിന് യാതൊരു പ്രശ്നവും വരരുതെന്നതിന് വേണ്ടി നാവൽ ഡ്രോൺസ് വഴി ഒരുപാട് ഡമ്മി ബ്ലോക്കറ്റ് ഈ കടൽ ഭാഗങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. ഒരു പക്ഷെ ഒരു സൂയിസൈഡ് ഡ്രോൺ വന്നാൽ പോലും ഇതിൽ തട്ടി പൊട്ടിത്തെറിക്കണം, അല്ലെങ്കിൽ ആ പാലത്തിന് ഒന്നും പറ്റാതെ ഇത് ബ്ലോക്ക് ചെയ്യുകയും അതിനുശേഷം റഷ്യയുടെ ഫോഴ്സസ് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും റഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് ഇതേ കരിങ്കടൽ ഭാഗത്ത് ക്രീമിയയുടെ വെസ്റ്റ് കോസ്റ്റിൽ ഒരു ഗ്യാസ് പ്ലാന്റിൽ ഉക്രൈൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായും ഡ്രോൺ ബോട്ട്സ് ആക്രമണം നടത്തിയതായും അതിൽ 50-ൽ കൂടുതൽ സൈനികർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായതായും ഉക്രൈന്റെ മീഡിയസ് എല്ലാവരും ഒരു കാര്യം പറഞ്ഞു. എന്നാൽ കൺഫേം ന്യൂസായി പുറത്തു വന്നത് ആ സ്ഥലത്ത് GPS സ്പൂഫിങ്ങിനായി ഒരുപാട് ഡമ്മീസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആരും ഉറപ്പുവരുത്തിയ ഒരു വിവരം വന്നത്. എന്നാൽ എത്ര മരണം അവിടെ ഉണ്ടായി, എങ്ങനെ ഒരു ആക്രമണമാണ് നടന്നത് എന്നതിനെ കുറിച്ച് രണ്ട് മീഡിയയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവിടെ ആക്രമണം തീവ്രമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രധാനമായും സുമി റീജിയനെ ചുറ്റി. ഇപ്പോൾ ഇതിലും വളരെ പ്രധാനപ്പെട്ട കാര്യമായി ചർച്ച ചെയ്യുന്നത് ഫ്രാൻസ് പോളണ്ടിന്റെ സൈനികരെയാണ്. ഇവർ മെർസനറീസായി ഉക്രൈന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായിരുന്നാലും നേരിട്ട് എക്സ് ആർമി മെൻസ് അല്ലെങ്കിൽ ആർമിയിൽ നിന്നും പുറത്തേക്ക് വന്നവർ കേഴ്സ് ബാറ്റിലിൽ ഉക്രൈന് വേണ്ടി പല സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്യുന്നതായി റഷ്യയുടെ പ്രോ റഷ്യൻ ടെലഗ്രാം ചാനൽസും അല്ലെങ്കിൽ അവരുടെ ബ്ലോഗേഴ്സും വീഡിയോയോടുകൂടി ഒരു കാര്യം പുറത്തുവിട്ടു. ഇതൊരു പക്ഷെ സത്യത്തിൽ നടന്നതാണ്. ഒരു ഘട്ടത്തിൽ റഷ്യ ഇവരെ തടവുകാരാക്കുകയാണെങ്കിൽ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന യുദ്ധം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയായി ഇത് മാറും. കാരണം നേരത്തെ റഷ്യക്കെതിരെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നാറ്റോ ചെയ്യുന്നുണ്ട്. നാറ്റോയുടെ മിസൈൽ ഓപ്പറേറ്റേഴ്സ്, അവരുടെ ഡ്രോൺ ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെ പലരുടെയും പ്രവർത്തനം ഉക്രൈനുള്ളിലുണ്ട്. അപ്പോ റഷ്യ വേഴ്സസ് നാറ്റോ എന്ന യുദ്ധം നടക്കാനുള്ള സാധ്യതകൾ ഇതുവഴി കാണുന്നുണ്ട്. ഇനി ബെലറസ് അവിടെ ഒരുപാട് സൈനികരെ നിറയ്ക്കുമ്പോൾ ഉക്രൈന്റെ ശ്രദ്ധ അവിടെ നിന്നും മാറും. എങ്കിലും ചില ദിവസത്തിൽ റഷ്യയുടെ ബോർഡറിനെ മുഴുവനായും തകർത്ത് അകത്തേക്ക് കയറാൻ ഉക്രൈൻ ശ്രമിക്കും. റഷ്യ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തുന്നത് കൊണ്ട് അവർക്ക് വലിയ രീതിയിൽ അവരുടെ ബോർഡറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഉക്രൈൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ബോർഡർ മുഴുവനും തകർത്ത് അകത്തേക്ക് കയറാനുള്ള എല്ലാ നടപടികളും ഉക്രൈൻ എടുക്കും. ഉക്രൈന്റെ ഈ ഒരു ചിന്ത അവർക്കൊരു ഫലം കൊടുക്കുമോ, അല്ലെങ്കിൽ റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ വീണ്ടും അവർ എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നുള്ളത് വരാൻ പോകുന്ന ദിവസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകാം. എന്നാൽ ബെലറസിനെ സംബന്ധിച്ച് അവരുടെ ഇൻവോൾവ്മെന്റ് ഈ യുദ്ധത്തിൽ ഉക്രൈനെതിരെ നേരിട്ട് അവർ ഇറങ്ങിയാൽ തീർച്ചയായും ഉക്രൈന് വരാൻ പോകുന്ന കാലത്ത് വലിയ പ്രശ്നങ്ങൾ കാത്തിരിക്കും. കാരണം യൂറോപ്യൻ യൂണിയൻ ആയാലും നാറ്റോ ആയാലും എങ്ങനെയാണോ റഷ്യയോട് ഒരു പ്രശ്നം ചെയ്യാൻ ഭയപ്പെടുന്നത്, അതുപോലെയാണ് ബെലറസിൽ കൈവയ്ക്കാനും അവർ ഭയപ്പെടും. കാരണം റഷ്യയ്ക്കും ബെലറസിനും ഇടയിൽ പല ഉടമ്പടികളുണ്ട്, പല സൈനിക ഉടമ്പടികൾ നടന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ബെലറസിന്റെ സംരക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തീർച്ചയായും റഷ്യ ഇറങ്ങും. യൂറോപ്യൻ യൂണിയൻ ആയാലും നാറ്റോ ആയാലും അത്രത്തോളം ബെലറസിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഉക്രൈന് വരാൻ പോകുന്ന ദിവസങ്ങൾ എന്നത് തീർച്ചയായും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. ഇതിനിടയിൽ F-16 ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു എന്ന വിവരവും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്തടുത്ത വീഡിയോസിലൂടെ നമുക്കറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.